അള്ളാഹുവേ നമുക്കൊക്കെ സ്വർഗ്ഗമാണ് റബ്ബേ. അങ്ങനെ ഓ തിളച്ച് കുറച്ചായിട്ട് എല്ലാം കൊണ്ടും പിന്നാക്കാണ്. മഞ്ഞപ്പൊടി കൂടുതലൊന്നും ചേർക്കാൻ പാടില്ല. ഇന്നൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാണ്. എന്ന് വെച്ചാലേ കാലത്തോട്ട് തുടങ്ങിയുള്ള മഴയാ. ഇന്നൊരു അവസാനം വേണ്ട, നിൽക്കുന്നില്ലാന്നേ. ഓക്കെ, ഇതാണ് മഴയുടെ അവസ്ഥ. ഏറെക്കുറെ കുറച്ചെല്ലാം ഇപ്പോൾ കുറവുണ്ടെന്ന് മാത്രം. വലിയ കുഴപ്പമില്ല, എന്നാലും പിടുത്തോട്ട മഴയായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് സാറേ. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫാമിലി പരമായിട്ടുള്ള കുറച്ച് വീഡിയോ, ഉമ്മയുടെ കുറച്ച് വിശേഷങ്ങളെല്ലാം കാണാം. ആ അപ്പോൾ പിന്നെ അതാ ഇപ്പോൾ ഇപ്പോൾ ആരാ ജിയോ മച്ചാൻ്റെ എന്താ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? ഇന്നിപ്പോൾ വിശേഷം സുഖമല്ലേ? നല്ല വിശേഷം, സുഖം. നല്ല മഴ അല്ലേ? ഇന്ന് നല്ല മഴയാണ് അന്നത്തെ ദിവസം. ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ലീവല്ലേ. അതെ, മഴ അതുകൊണ്ട് മഴ പെയ്താന്ന് അല്ലേ? സൺഡേ പ്രമാണിച്ച് എല്ലാവർക്കും മഴ കിട്ടിയാന്ന്. അപ്പോൾ ഉമ്മ കുറച്ച് സ്പെഷ്യലൊക്കെ എന്തൊക്കെ സാധനം ഉണ്ടാക്കി, സ്പെഷ്യൽ അല്ല, ഉമ്മ എന്തൊക്കെയാ അടുക്കളയിൽ എന്തൊക്കെ പണിയാന്ന് തോന്നുന്നു. എന്താണ് പിന്നെ വിശേഷങ്ങളൊക്കെ? ലൈറ്റ് ഉണ്ടല്ലോ അല്ലേ? വിളിച്ചിട്ടുണ്ടാവുമല്ലോ. ഉമ്മ ഇന്നൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാണ്. അത് മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കണേ. ബിരിയാണി പക്ഷെ നോർമൽ ആയിട്ടുള്ള മുട്ട ബിരിയാണി അല്ല, തട്ടുകൂട്ട് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല. ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി ആവും. ഞാനും ഒപ്പം നിന്നിട്ട് ഹെൽപ്പ് ആക്കി കൊടുക്കുകയാണ്. ഏകദേശം മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇതിന്റെ റെസിപ്പി വേണമെന്നുള്ളവർ പറയാട്ടാ. നമ്മൾ ആദ്യം പോയി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ട് പറഞ്ഞു തരും, ഉമ്മ പറഞ്ഞു തരും. എന്നാലും കുക്കിംഗ് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കാം. അതൊക്കെ ഉമ്മടുത്ത് ചോദിക്കാം വിശേഷം, എന്തൊക്കെയാ പരിപാടി, എങ്ങനെയൊക്കെയാണ്. നല്ല മഴയാണ് പുറത്ത്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ ഉമ്മക്ക് എന്താ പറയാനുള്ളത്? രാവിലെ നമ്മള് ചെറിയൊരു വീഡിയോ പിടുത്തത്തിലായിരുന്നു. അതൊരു പകുതി ഭാഗം എത്തിയെന്ന് പറയാൻ പറ്റില്ല, ഒരു കാഭാഗം എത്തിയിട്ടുണ്ട്. ബാക്കി ഉച്ചയ്ക്ക് ശേഷം പിടിക്കും. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മള് ബിരിയാണി പരിപാടിയിലോട്ട് കടന്നത്. അപ്പൊ ഇന്ന് ബിരിയാണി അല്ല, അപ്പൊ ഇന്ന് കോഴിമുട്ട ഉണ്ട്. അപ്പൊ മുട്ട നാടൻ കോഴിയാ, നാടൻ കോഴിമുട്ട. ചായയുടെ കടിയൊക്കെ ആയി വരുന്നിട്ട് ഒരുപാട് നേരമായി. അപ്പൊ ഈ കുറുവരിയാണ്, വെന്ത് കിട്ടാൻ എളുപ്പമല്ല, നല്ല വേവാ. അപ്പൊ ഞാൻ മക്കളോട് ചോദിച്ചു, മോനെ ഉമ്മ ഒന്ന് പച്ചരി കൊണ്ടൊരു ചോറ് വെച്ചിട്ട് ആ ഉമ്മ വെച്ചോന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കുമ്പോ ഒന്ന് കോഴിമുട്ട, ഇറച്ചിയൊന്നും എടുത്തില്ല, ഞായറാഴ്ചയാണ്, ഇറച്ചിയൊന്നും എടുത്തില്ല. പക്ഷെ പച്ചരി കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴേ ചില വയറൊക്കെ ഒന്ന് വീർക്കുന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉള്ള ഒരു അഭിപ്രായമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയണം കേട്ടോ. കഴിക്കുമ്പോ കുഴപ്പമില്ല, വല്ലപ്പോഴും കഴിക്കുമ്പോൾ കുഴപ്പമില്ല. എല്ലായ്പ്പോഴും കഴിക്കുമ്പോൾ വയറിനൊക്കെ അതൊരു അസ്വസ്ഥത എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് പറയണം കേട്ടോ. അപ്പൊ നമ്മളിന്ന് പച്ചരി, റേഷനരി പച്ചരി കൊണ്ടാണ് നമ്മളിന്നൊരു ചോറ് വെക്കാൻ. മസാല അല്ലേ? ഇതിൽ വന്നിട്ട് പട്ട, കടമ്പ്, ഏലക്ക, കറിയാമ്പൂ, വേപ്പല, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് വെളുത്തുള്ളി, മുളക് പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. കൂടുതലൊന്നും ചേർക്കാൻ പാടില്ല. ഉപ്പ് പാകത്തിനുള്ള ഉപ്പ്. അതിന് അരി അളന്ന് വെച്ചാൽ അത് പാത്രത്തിൽ ഒരു പാത്രം അരിക്ക് കറക്റ്റ് 2 പാത്രം വെള്ളം ഒഴിക്കണം. എന്താ, റേഷൻ അരിയാണ്, അതുകൊണ്ട് 2 പാത്രം വെള്ളം ഒഴിച്ച് നമ്മൾ കാച്ചി ഒഴിച്ചു. അപ്പോഴേ നമ്മള് എന്താ പറയാ, ഉമ്മ ഇത് പ്രത്യേകിച്ച് ഉമ്മ ഈ നമ്മുടെ ചാനൽ തുടങ്ങിയ ഫസ്റ്റ് മുതലേ ആദ്യം ട്രൈ ചെയ്ത് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ഉമ്മക്ക് അതിൽ കുറച്ച് എക്സ്പീരിയൻസ് കൂടുതലാണ്. കാരണം എന്തൊക്കെ ഇടണം, എങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ. അപ്പോൾ ഈ ചോറ് വെക്കുമ്പോ നമ്മള് സവോള ചേർത്തില്ല, ചെറിയുള്ളി തന്നെ ചേർത്തോളൂ. ആ ചെറിയുള്ളി തീരെ കാരത്തിൽ തക്കാളി ചോറെന്നാ പറയാ. ഞാനൊരു തുള്ളി മുളക് പൊടി ഇട്ട കാരണമാണ് ഈ കളറ്. വിളയുന്നുണ്ടാവും. ഒരു തുള്ളി മഞ്ഞ ഇതിട്ട് കുട്ടികളെ ബിരിയാണി നമുക്ക് പറ്റിക്കാലോ എന്ന് വെച്ചിട്ട് കുട്ടികള് ബിരിയാണി പറ്റിക്കാലോ. അംഗൻവാടി പഠിക്കുന്ന കുട്ടികളാണ്, പോത്ത് പോലെ രണ്ടെണ്ണുണ്ട് പറ്റിക്കാന്ന്. ഏത് സെറ്റപ്പ്. അപ്പൊ കുട്ടികളെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. അവര് ഇതേ വീഡിയോ കൊണ്ടല്ല മൊബൈലും കൊണ്ട് വന്നു. അത് കാരണം ഇപ്പൊ നിങ്ങൾക്ക് പറയുന്ന കാരണം ഞാൻ സത്യം പറഞ്ഞോന്ന് മാത്രം. അപ്പൊ നമ്മള് ഇന്ന് മുട്ട കൊണ്ട് ഒരു പച്ചരി ചോറ്, ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ തെറി വിളിക്കും. അതുകൊണ്ട് ബിരിയാണി അല്ല,
അല്ല അങ്ങനെ വിചാരിക്കുന്നവർക്ക് വിചാരിക്കാമല്ലോ ബിരിയാണി. വന്നിട്ട് ഈ തക്കാളി ചോറ് എന്ന് പറയുമ്പോൾ തക്കാളി ചോറല്ല, അതിൽ തന്നെ ഒരു തക്കാളി തന്നെ ഇട്ടിട്ടുള്ളൂ. പക്ഷെ അത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട കാരണം തക്കാളി ചോറ് എന്ന് പറയില്ല. തക്കാളി ചോറ് വിളയെന്നാണ്. അത് തനി വെളിച്ചെണ്ണ, ഇതും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിക്കുന്നത്. ഓയിലോ നെയ്യോ ഒന്നും വേണ്ട, തരിച്ച് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിക്കുന്നത്. അതെ, സത്യം പറഞ്ഞാല് ഉമ്മാടെ ഉടായ്പ ബിരിയാണി ഉണ്ട് കേട്ടാ. അപ്പൊ കഴിച്ചിട്ട് നമുക്ക് റിവ്യൂ പറയാം. സാധനങ്ങളൊക്കെ ഒറിജിനൽ സാധനമാണ്, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികളെ പറ്റിക്കാന്ന് നമ്മ പറഞ്ഞത് അല്ലേ? ഞാൻ ഇടയ്ക്ക് വെച്ചു കൊടുക്കാറുണ്ട് ഉപ്പാക്കും, അതുപോലെ സാലിക്കുട്ടിക്കും ജിത്തുവിനും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താ നമ്മൾ ഇടയ്ക്കൊന്ന് പച്ചരി ചോറെന്ന് ഇടയ്ക്ക് വെക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടില്ല, എപ്പോഴും വെക്കാറുണ്ട്. ടേസ്റ്റ് ആണ് സാധനം. അപ്പൊ അങ്ങനെ വെച്ച് ഇൻഷാ അല്ലാ ഇതൊന്ന് വെള്ളം തിളക്കട്ടെ, എന്ന് അരി ഇടുമ്പോ നമുക്ക് കാണാം. അരി ഇടുമ്പോ കാണാം അല്ലേ? ഓക്കെ. പിന്നെ എന്ത് വിശേഷങ്ങളൊക്കെ ഉമ്മാടെ? നല്ല മഴ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ കാലത്ത് എനിക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞു. കാലത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ കാലത്തെ പരിപാടിയും അതിൽ ചെറിയൊരു സൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിടിക്കാൻ നിന്നപ്പോൾ ചോറ് വയ്ക്കാൻ നേരം വൈകി. സത്യം പറയണം, ചോറ് വയ്ക്കാൻ നേരം വൈകിയപ്പോഴാണ് നമ്മളിപ്പോൾ ഇത് എളുപ്പ പണിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. വല്ല ഇറച്ചിയും ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ സൂട്ടും നടക്കില്ല, ഒന്നും നടക്കില്ല. അതിലേക്കുള്ള ഉച്ചയാകുമ്പോഴേക്കും പണികളൊക്കെ കഴിയണമല്ലോ. അപ്പം അങ്ങനെ അപ്പം ഇന്ന് അതൊന്നും എടുത്തില്ല. ഇന്ന് എടുക്കാതെ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ചിക്കൻ്റെ കക്കും കറലൊക്കെ കൊണ്ടുവന്നിട്ട് അത് നമ്മൾ വെച്ച്. അപ്പം പിന്നെ ഇറച്ചി ഇന്ന് എടുത്തില്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ തട്ടിക്കൂട്ടി നമ്മൾ ചെയ്യുന്നത് ഒക്കെ ആയി വന്നിട്ട് പറയാം. ആയി വന്നിട്ട് നമുക്ക് കാണാം ടേസ്റ്റ് ഉണ്ടാവില്ല. നോർമലി ഉമ്മ വയ്ക്കുന്ന ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്, എന്നാലും നോക്കാം. പിന്നെ ഞായറാഴ്ചയാണ് ഇന്ന് എല്ലാവരും അവധിയാണ്. നിങ്ങളുടെ വീട്ടിലും എന്തൊക്കെയാണെന്ന് ഭക്ഷണം എല്ലാം സ്പെഷ്യൽ ആയിരിക്കും അറിയാം. എന്നാലും അവിടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഞായറാഴ്ച ഒന്നും പെസ്റ്റിലൊന്നും വെക്കാറില്ല, ബീഫ് എടുക്കുന്നു മാത്രം. നമ്മൾ പെസ്റ്റിൽ വെക്കുന്നതും നമുക്കൊരു നല്ലൊരു ഇതൊക്കെ വന്നിട്ട് വെള്ളിയാഴ്ചയാണ്. ആണുങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴേക്കും വീട്ടിലുള്ളത് വെച്ചിട്ട് നല്ലതിൽ ഒരു 1/2 കിലോ ഇറച്ചി എടുത്ത് അവർ പള്ളിയിൽ പോയി വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. വെള്ളിയാഴ്ച പിന്നെ ഞായറാഴ്ച ദിവസം മക്കൾ ഇറച്ചി എടുത്തിട്ട് വരും, അത് വെക്കാനും മാത്രം. നമുക്ക് ഏറ്റവും പ്രധാനം വെള്ളിയാഴ്ച. ഓക്കെ. അപ്പൊ ഉമ്മാനെ ഇഷ്ടപ്പെടുന്ന കുറെ ഫാമിലീസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഉമ്മാനെ ഇപ്പൊ കുറച്ചായി കണ്ടിട്ട് അല്ലേ? ഉമ്മാനിപ്പോ കുറച്ച് വ്ളോഗിൽ വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇടയ്ക്ക് ചലഞ്ച് വീഡിയോ ഒന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചലഞ്ച് വീഡിയോ ഇൻഷാല്ലാ ചെയ്യുന്നുണ്ട്. കുറച്ച് തിരക്കും കാര്യമൊക്കെ ആയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഇൻഷാല്ലാ ചലഞ്ച് വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അപ്പോ നമ്മൾ ഉമ്മാനെ ഇഷ്ടപ്പെടുന്ന കുറെ ഫാമിലീസുകളുണ്ടല്ലോ, അവരൊക്കെ എന്താ പറയാനുള്ളത്? പറഞ്ഞോ. ഉമ്മാനെയാണ് വിളിച്ച് ചോദിക്കാറുള്ളത്. വീഡിയോ ഒക്കെ ചെയ്യും. കുറച്ചായിട്ട് എല്ലാം കൊണ്ടും പിന്നാക്കാണ്. അപ്പോൾ ഓരോ പോക്കും കാര്യങ്ങളും വരവും പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഓരോന്നൊക്കെ അങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നിൽക്കാനുള്ള സമയം കിട്ടണില്ല. അപ്പം ഇൻഷാ അല്ലാ ഇനി എന്തായാലും ദിവസം വീഡിയോ ഇടണം എന്ന് മനസ്സുകൊണ്ടുണ്ട്. അല്ലാഹു ഒരു ആപത്തൊന്നും വരാണ്ട് റബ്ബ് കാക്കട്ടെ. എന്തായാലും ഇടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇടയ്ക്കിപ്പോൾ കുറച്ചായിട്ട് ശരിക്കും വീഡിയോ ഇടാൻ പറ്റണില്ല. എന്താന്ന് എനിക്കത് ഞങ്ങൾക്ക് അറിയണില്ല. കണ്ണീരുണ്ടാവും. എന്താന്ന് അറിയണില്ല. എന്താ പറയുക, ശരിക്കും നല്ലപോലെ കിട്ടണില്ല. നമ്മളിടുന്ന വീഡിയോ ഭയങ്കര റീച്ചും ഇല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ഇത്. അതെ, അതൊക്കെ ഒരു സമയത്തിന്റെ വന്നിട്ടാ. കുഴപ്പമില്ല, നമ്മൾ സങ്കടപ്പെടണൊക്കെ റെഡി ആവും. പിന്നെ നമ്മളെ എന്താ പറയാ, കുറെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഫോളോവേഴ്സ് നമ്മുടെ ഫാമിലി സബ്സ്ക്രൈബ്സ് കണ്ടല്ലോ, അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ പറഞ്ഞു. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത കാരണമാണ് നമ്മൾ ഈ അല്ല, പുതിയതായിട്ട് കുറെ പേര് നമ്മുടെ ഫാമിലി വന്നിട്ടുണ്ട്. ഈ നിലക്ക് നിൽക്കണ്. അതുപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കൂടി അറിയിക്കുക. അതുപോലെ നമ്മളെല്ലാവരും വീഡിയോ കാണണം. അതുപോലെ ഇത് പള്ളത്ത് ബ്ലോഗ് മാത്രമല്ല, ഒരു ദുബായിക്കാരൻ ചാനലും ഉണ്ട്, ബ്ലോഗ് ചാനലും ഉണ്ട്. അതിലും നിങ്ങൾ ഇതുപോലെ കയറി കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ കണ്ടാലാണ് നമുക്കിതുപോലെ എല്ലാ വീഡിയോ ഇടാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. ഗ്യാപ്പിൽ പറച്ചല്ല പറഞ്ഞല്ലേ വെള്ളം തിളച്ചിട്ടാ കൊണ്ട് എടുത്തോട്ടെ. ഇത് തിളക്കണ തിള കണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ, ഞെടുത്ത് ഉമ്മ അരി ഇടാൻ പോവാ. അരി ഇടുന്നമ്മ ഇടാൻ പോവാ. അരി ഇടാൻ പോകുന്ന അടുത്തത് അരി ഇട്ടേട്ടെന്നോ. അരി ഉമ്മ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിളച്ച് നല്ല തിളച്ചും കിട്ടാ. ഇതാണ് നമ്മളെ റേഷൻ ഉണ്ടാ.
പച്ചരി പച്ചരി നമ്മൾ അരയ്ക്കാനെടുക്കണ പച്ചരി പൊടിപ്പിക്കാനും അതിലൊക്കെ ഒരു നേരം ഇതൊക്കെ വെക്കാം, നമുക്ക് കഴിക്കാം ഒക്കെ ചെയ്യാം. തക്കാളി ചോറുന്ന ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഉമ്മ അങ്ങനെ പച്ചരി കൊണ്ട് വെക്കുന്നുണ്ടെങ്കിലും സംഭവം ടേസ്റ്റ് ആണ്. ഞങ്ങളെ വീട്ടിൽ എൻ്റെ ഉമ്മ വെച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ വെച്ച് അതേ ഒരു കൈപ്പുണ്യത്തിലാണ് നമ്മൾ വെക്കുന്നത്. ഇവിടെ വെക്കുമ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒരു നേരം കഴിക്കുക, 2 നേരം കഴിക്കുമ്പോൾ അവർക്ക് വയറിന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് പറയും. പച്ചരി ചോറ് നമുക്ക് തിന്ന് പരിചയമില്ലല്ലോ, അതുകൊണ്ട്. ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഞാൻ ചെറിയ കുട്ടി മദ്രസ പഠിക്കുമ്പോഴൊക്കെ പക്ഷെ പച്ചരി കൊണ്ടൊക്കെ വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് വയ്ക്കാനൊക്കെ അന്ന് അരിയൊക്കെ ചിലപ്പോൾ നെല്ല് കുത്തിക്കാനും ഇതിനൊക്കെ ഭയങ്കര പാടാകുമ്പോഴേ റേഷൻ കടയിൽ പോകുമ്പോൾ പച്ചരിയാവും. അപ്പോൾ അത് എങ്ങനെയാ പച്ചരി ചോറ് പൊന്നിയരി ചോറ് പോലെ ഉണ്ടാവും, അത് നമുക്കറിയില്ല. അങ്ങനെ അന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ട് എനിക്ക്. പക്ഷെ പച്ചരി ചോറാണോ അത് പൊന്നിയരി ചോറാണോ എന്ന് എനിക്കറിയില്ല കേട്ടാ. പക്ഷെ കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുക. ചോറൊക്കെ ചിലവർ വെക്കും പച്ചരിയിലൊക്കെ, നമുക്കത് കറക്റ്റായിട്ട് എടുക്കാനും അറിയണം. അതുപോലെ ഊറ്റുമ്പോൾ നമ്മൾ ശരിക്കും പൊന്നിയരി ചോറ് പോലെ അങ്ങനെ കിട്ടാൻ അറിയണവർക്ക് പച്ചരി കൊണ്ട് ചോറ് വെച്ച് അവർ വയറ്റിലേക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതും കൂടി കിട്ടാത്ത എത്ര പാവങ്ങളുണ്ടെന്നറിയാം. നമ്മൾ മൊബൈലിലൊക്കെ കാണണം. അല്ലാഹുവേ, നമുക്കൊക്കെ സ്വർഗ്ഗമാണ് റബ്ബേ. റേഷനരിങ്ങ റേഷനരി അങ്ങനെ. അപ്പൊ എന്തായാലും ഇതൊന്നും ആവട്ടെ അല്ലമ്മാ. അപ്പൊ അത് സെറ്റ് ആവട്ടെ, തിളക്കട്ടെ, സാധനം തിളക്കട്ടെ. അപ്പൊ പിന്നെ എല്ലാം പിന്നെ കഴിഞ്ഞല്ലോ അല്ല, ഇനി തിളച്ച് സംഭവം സെറ്റ് ആയി നോക്കിയെന്ന് കിട്ടാ നോക്കിയിട്ട്. നമ്മുടെ നാടൻ കോഴിമുട്ട. ഓക്കെ അപ്പൊ അതിന് സെറ്റ് ആകട്ടെ. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തത് ഇതെല്ലാം സെറ്റായിട്ട് അല്ലേ ചോറ് നമുക്ക് സെറ്റാക്കാം അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഉമ്മയുടെ ചോറ് അരിയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സെറ്റാവട്ടെ. ഇനി നമുക്ക് എന്താ വെച്ചാല് എന്താ പറയാ, കുറച്ച് സെറ്റായി എന്താ പറയാ ചോറായി കഴിഞ്ഞാൽ ലെവലായി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം കാണാം അല്ലമ്മ. അങ്ങനെ അതാ ഫുഡൊക്കെ വിളമ്പി തുടങ്ങിയിട്ടാ. കുറച്ച് ലേറ്റായി നമ്മൾ എത്താൻ. ഉമ്മേൻ്റെ ഇടയിൽ പൊട്ടിച്ചു, സംഭവമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ. അതാ അപ്പോൾ ഇതാണ് കേട്ടാ പറഞ്ഞ ഉമ്മയുടെ സ്പെഷ്യൽ അല്ലമ്മ. എന്തൊരു ബിരിയാണിയാണ്? ബിരിയാണി അല്ല, അങ്ങനത്തെ ഒരു സംഭവം അല്ലേ, ഒരു മുട്ട ബിരിയാണി അങ്ങനത്തെ പെട്ടത് അല്ലേ. അങ്ങനെയും പറയാം, പച്ചരിയിൽ ഉണ്ടാക്കുന്ന സംഭവം അല്ലേ. ഓക്കെ. ഇവിടെ ഉമ്മ മുട്ട മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ല അത് മുട്ട മസാല അല്ല അത് മുട്ടയുടെ മസാല ഒക്കെ വെച്ചിട്ടുണ്ട്. എടുക്കണോ? ഇടണം അല്ലേ കേട്ടോ. മുട്ട മസാല ഒക്കെ സൈഡിൽ വെച്ച് എന്നിട്ട് എടുക്കാം. പിന്നെ ഒരു പൊടി അല്ലേ. ഓക്കെ സെറ്റ്. ഇപ്പൊ സംഭവം സെറ്റ് ഇട്ടാ. അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അല്ലേ, അപ്പൊ ഫുഡ് ഓക്കെ ഉണ്ട് അല്ലേ. കഴിക്കാം, കഴിച്ചിട്ട് റിവ്യൂ പറയാം കേട്ടാ. ഓക്കെ. സ്ഥലമില്ല. സൂപ്പറായിട്ട് അല്ലേ, അടിപൊളിയായിട്ടില്ല? സൂപ്പറായിട്ട്. അമ്മ ഉണ്ട് മസാലയും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട്. നല്ല മസാലയും ചോറും മിക്സ് ആയപ്പോ നല്ല രസമുണ്ട്, പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ടുണ്ട്. അതെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെ വരാം. ഓക്കെ, എല്ലാവർക്കും ബൈ. ബൈ.